സാറ് വായിരിക്കണം. ഏയ് വേണ്ട വേണ്ട. ഭർത്താവിനൊപ്പം ഒരുപാട് വിദേശ സഞ്ചാരം നടത്താനുള്ള യോഗമുണ്ട്. ഗൃഹപ്രവേശത്തിന് അന്ന് എന്നെ ഒറ്റയ്ക്കാക്കി US പോയ മോനായത്. ഇനി ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് മോളി കാണുന്ന ചീട്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തേ. ശംഭോ മഹാദേവ. ശിവനും പാർവതിയാ വന്നിരിക്കുന്നത്. വ്യാകൃതാവിവ സംവൃത്തൗ വ്യാകൃത പ്രതിപത്തേ ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വര എന്ന് കേട്ടിട്ടില്ലേ? വാക്കും അതിന്റെ അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നവരാ ശിവപാർവതിമാർ. മോളും ഭർത്താവും അങ്ങനെയാ. അത്രയ്ക്ക് ചേർച്ചയാ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഉള്ളില് സ്നേഹം ഉണ്ടെങ്കിലും ഭർത്താവിനത് പ്രകടിപ്പിക്കാൻ അറിയില്ല. സാക്ഷാൽ പരമശിവനും അങ്ങനെ ആയിരുന്നു. അത് കറക്റ്റാ. ഇതൊക്കെ ഇവരെല്ലാവരോടും കാണാതെ പഠിച്ചു വെച്ച് പറയുന്ന കാര്യങ്ങളാ. ഇതിലൊന്നും ഒരു കാര്യമില്ല. നീ വരുന്നുണ്ടോ? അങ്ങനെ പറയല്ലേ സാറേ. കൈനോട്ടം ശാസ്ത്രമാണ്. ഓ, ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കേട്ടിട്ടില്ലേ? മുഖലക്ഷണം, പക്ഷിശാസ്ത്രം എല്ലാം ശാസ്ത്രങ്ങളാ. സംശയം ഉണ്ടെങ്കിൽ സാർ ഇതിന്നൊരു ചീട്ടങ്ങെടുക്ക്. എന്നിട്ട് പറയുന്ന ഫലം ശരിയാണോ നോക്ക്. അപ്പ അറിയാലോ. സാർ അതിന് വേറെ ദക്ഷിണ ഒന്നും തരണ്ട. അവര് പറഞ്ഞതല്ലേ, ഒരെണ്ണം എടുക്ക് ഗിരി. അയ്യോ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും. മര്യാദാ പുരുഷനായി ധർമ്മരാജ്യം ഭരിച്ച സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലെയാണ് സാറ്. ശ്രീരാമചന്ദ്രന്റെ കൂടെയുള്ളത് ആരാ? സാക്ഷാൽ സീതാദേവി. ദേ ഇരിക്കുന്നു. പാലൊന്ന് കുടിക്കടാ. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. അതെന്താ മുത്തച്ഛന്റെ തക്കടൂന് പാല് വേണ്ടാത്തേ? എനിക്ക് ഇപ്പൊ തന്നെ നല്ല തടിയാ. ക്ലാസ്സിൽ എല്ലാവരും എന്നെ ഗുണ്ടുമണിന്നാ വിളിക്കുന്നത്. ഇനിയും പാല് കുടിച്ചാൽ ഞാൻ ഇനിയും തടിക്കും. നീ ഇറങ്ങിത്താ, ഞാൻ കൊടുത്തോളാം. ആയിക്കോട്ടെ. കുട്ടികളായാലും ഇത്തിരി തടിയും പുഷ്ടിയൊക്കെ വേണം. അതത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നും അല്ല. ഇക്കണ്ട ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നാളെ നോക്കി നടത്തേണ്ടത് നീയാണ്. പിന്നെ നിനക്ക് ഇച്ചിരി തണ്ടും തടിയൊക്കെ വേണ്ടടാ മോനെ. എന്റെ തക്കിടുമ്പോ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് ഈ പാല് കുടിച്ചാലേ മുത്തശ്ശനൊരു കാര്യം കാണിച്ചു തരാം. എന്താ ഞാനെന്ന് പറഞ്ഞ സൈക്കിളാണോ മുത്തശ്ശ? ആദ്യം നീ പാല് കുടിക്കേ, എന്നിട്ട് ഞാൻ പറയാം. എന്നെ പറ്റിക്കരുതേ. ഇല്ല. മിടുക്കൻ മുത്തച്ഛൻ ഇപ്പൊ വരാവേ. ഇത് നമ്മുടെ ഉയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്താണ്. തലമുറകൾ കൈമാറി വന്ന നിധി. ഇതെന്റെ മുത്തച്ഛൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ ഇതെന്റെ കൊച്ചുമകനായി ഗിരിക്ക് സമ്മാനിക്കും. ഇതെനിക്ക് മുത്തശ്ശൻ തരാൻ പോവാണോ? നിനക്കുള്ളതാണേലും ഇത് നിന്റെ കഴുത്തിടാനുള്ളതല്ല. നീ വളർന്നു വലിയ കുട്ടിയായി കല്യാണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയുടെ കഴുത്തിലിടാനുള്ളതാ. നിന്റെ കല്യാണപ്രായമാകുന്നതുവരെ ഞാൻ ഇത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കും. സമയമാകുമ്പോ ഇത് നിന്റെ കൈകളിൽ വന്നു ചേരും. എപ്പോഴാ എന്റെ കല്യാണം? മോനെ ഗിരി, ഈ രത്നഹാരം നിനക്കുള്ള എന്റെ സമ്മാനമാണ്. ഇതൊരുപക്ഷെ നിന്റെ കൈകളിൽ എത്തുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാവും.
വിവാഹശേഷം നീ ഇത് നിന്റെ വധുവിനെ അണിയിക്കണം. തലമുറകളിലൂടെ കൈമാറി വന്ന നമ്മുടെ ഉയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യവും അഭിമാനവുമാണ് ഈ മാല. ഇതണിയാനുള്ള സൗഭാഗ്യം നിന്റെ വധുവായി വരുന്ന പെൺകുട്ടിക്കാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മുത്തച്ഛന്റെ എല്ലാവിധ മംഗളാശംസകളും അനുഗ്രഹങ്ങളും എന്ന് സ്നേഹത്തോടെ മുത്തച്ഛൻ നാരായണൻ നമ്പ്യാർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമായ ഈ നിധി കൈമോശം വരാതെ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് വക്കീലെ. ഞാൻ എന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അച്ഛന്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവുമല്ലേ? കൊറേ നേരമായിട്ട് റിങ് ചെയ്യാ. ആ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് വിചാരിച്ച ഞാൻ. ദേ അമ്മയുടെ കയ്യിലിരിക്കുന്ന മാല കണ്ടോ? ഇതേ എന്റെ മുത്തച്ഛൻ സുമിതയ്ക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അച്ഛമ്മ ഒരു കാര്യം കാണിക്കാനുണ്ട്. അത് കാണുമ്പോ അച്ഛമ്മയുടെ മുഖത്തുണ്ടാകുന്ന അത്ഭുതവും സന്തോഷവും എനിക്കിപ്പോഴേ ഊഹിക്കാം. നോക്കിയേ. എന്താ ഇത്? അച്ഛമ്മ തുറന്നു നോക്ക്. ഇതെന്റെ വിവാഹ സമയത്തെ നിന്റെ മുത്തച്ഛൻ കഴുത്തിലണിയിച്ച രത്നമാലയാണിത്. ഒയ്യാരത്ത് കുടുംബത്തിന്റെ പൈതൃക മുദ്ര. ഇതിപ്പോ ഈശ്വരാ, മരിച്ചുപോയ നാരായണാട്ടന്റെ സാമീപ്യം ഇത്രയും കാലത്തിനപ്പുറം ഞാൻ ഒരിക്കൽ കൂടി അറിയാം. എന്റെ ദൈവമേ, ഒരുപാട് കാലം ഞാനിത് നിധി പോലെ സൂക്ഷിച്ചിരുന്നു. പിന്നെ മരിക്കുന്നതിന് മുൻപേ എന്റെ മുത്തശ്ശൻ ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്താ എവിടെയാന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. പിന്നെ ഇപ്പോഴാ ഞാനിത് കാണുന്നേ. മരിക്കുന്നതിന് മുമ്പേ മുത്തശ്ശൻ ഇത് ഭദ്രമായി സൂക്ഷിക്കാൻ ശ്രീധരൻ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. അതെയോ? മുറപ്രകാരം ഇനി ഇതണിയേണ്ടത്. ഇവളാ ഇന്ന് വൈകുന്നേരത്തെ ചടങ്ങിൽ വെച്ച് ഞാൻ തന്നെ ഇതിവളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കും. ഇതണിഞ്ഞ് ഈ കുടുംബത്തിന്റെ മഹാറാണിയായി നീ വാഴണം മോളെ. മോളെ നന്ദു, നിന്റെ ജീവിതത്തിലെ നന്മകളെ കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും കരുതലുണ്ട്. അതില്ലെന്ന് നീ വിചാരിക്കരുത്. ഇപ്പൊ ഈ ഓഡീഷന് നീ പോയാ അവിടെ വരുന്ന 100 കണക്കിന് പെൺകുട്ടികളിൽ നിന്ന് നിനക്ക് സെലക്ഷൻ കിട്ടുന്ന എന്താ ഉറപ്പ്? ഒരു പക്ഷെ ഇന്ന് ചേച്ചിയുടെ റിസപ്ഷന് നീ വന്നാൽ നിനക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവുന്ന അമ്മയ്ക്ക് ഉറപ്പാ. ഇന്നത്തെ റിസപ്ഷനെ വലിയ വലിയ ആൾക്കാരാ പങ്കെടുക്കാൻ പോണത്. അന്ന് കല്യാണത്തിന് TV താരങ്ങളും സിനിമാ താരങ്ങളൊക്കെ വന്നത് നീ കണ്ടതല്ലേ? വരുന്ന വലിയ വലിയ പ്രൊഡ്യൂസർമാരോ
ഡയറക്ടർമാരൊക്കെ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു അവസരം തന്നാൽ അതോടെ നിന്റെ ജീവിതം തന്നെ മാറി മറിയും. അമ്മേ, അവര് വരുന്ന റിസപ്ഷനാ. എന്നാരും അവിടെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്റെ ഓഡിഷന്റെ കാര്യം മറന്നുപോയതിന്റെ പേരിൽ അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞെന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുക വേണ്ട. അമ്മേ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. വളരെ ശരിയാ ചേച്ചി പറഞ്ഞത്. ആ രത്നമാലയൊന്ന് കൈ പിടിക്കാനുള്ള യോഗ്യത പോലും അവക്കില്ല. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ രത്നമാല ആ പീറ പെണ്ണിന്റെ കഴുത്തിൽ വീഴുന്നത് നമ്മൾ നോക്കി നിക്കണോ അമ്പി? എന്നാലും ഇത്രയും വിലപിടിപ്പുള്ള ഒരു മാല അവൾക്ക് കൊടുക്കണമെന്ന് പറയാൻ ഗിരിയേട്ടന് എങ്ങനെ തോന്നിയെന്ന്? കല്യാണം കഴിഞ്ഞാലേ ചിലരങ്ങനെയാ, ബുദ്ധി മരവിച്ചു പോവും. പിന്നെ എല്ലാം ഭാര്യമയമായിരിക്കും. ഗിരി എന്ത് തീരുമാനിച്ചാലും ശരി, ആ മാല സുമിതയുടെ കഴുത്തിൽ വീഴരുത്. അവൾ അതിന്റെ അവകാശിയാവരുത്. എന്നൊക്കെ ഇനി നമ്മള് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചേച്ചി? കൊച്ചുമോന്റെ ഭാര്യയ്ക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ഗിരിയുടെ അപ്പൂപ്പൻ ഒഴിഞ്ഞു വെച്ച മുതലല്ലേ? അതെ, മാല കൈമാറേണ്ടത് കൊച്ചുമകന്റെ ഭാര്യയ്ക്ക് തന്നെയാ. അതാണ് കീഴ്വഴക്കവും, സമ്മതിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതണിയേണ്ടത് നിതീഷിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വരുന്ന പെണ്ണായിരിക്കണം. ഇന്റർനാഷണൽ മാർക്കറ്റിലെ മിനിമം ഒരു 50 കോടി വില വരുന്ന മാലയാ അത്. അത്രയൊക്കെ വിലയുണ്ടോടാ അതിന്? സാധാരണ ഒരു മാലയാണെങ്കിൽ അത്രയും വില വരത്തില്ല. സാധനം ആന്റിക് ആണെങ്കിലേ. ഏത് ആന്റിക്ക്? 100 വർഷം പഴക്കമുള്ള മാലയാ. യൂറോപ്പിലെ ഓപ്ഷൻ ഹാളിൽ കൊണ്ടുവച്ച പറയുന്ന വില കിട്ടും. മണ്ടത്തരം പറയാതെ നിധി, അതിന്റെ വിലയും പഴമയും ഒന്നും അല്ല കാര്യം. അത് ഈ കുടുംബത്തിന്റെ അവകാശിയുടെ അടയാളമാ. അതുകൊണ്ടാ ആ മാല കൈമോശം വരരുതെന്ന് ഞാൻ പറയുന്നത്. ഒത്തിരി വൈകി പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ രത്നമാലയുടെ കാര്യത്തില് ഞാൻ ഒരു ഉഗ്രൻ ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കിയാൽ ഒരു വെടിക്ക് 2 പക്ഷിയാ വീഴാൻ പോകുന്നത്. മനുഷ്യർക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറയാങ്കളെ. അതായത് ആ രത്നമാല ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തുകയും ചെയ്യും. അത് മോഷ്ടിച്ചതിന്റെ പേരിൽ ഇത്രയും കാലം നമുക്ക് തലവേദനയായിരുന്ന ഒരുത്തൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ആര്? ആകാശ്. ആകാശായിരിക്കും ഗിരിയുടെ കണ്ണിൽ കള്ളനാകാൻ പോകുന്നത്. എങ്ങനുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് പറ. ആകാശിനെ അങ്ങനെ നിസാരനാക്കി കൂട്ടണ്ട. കാഞ്ഞ ബുദ്ധിയാവന്. എന്നാൽ അതിലും കാഞ്ഞ ബുദ്ധിയാ ഈ അമ്പിക്ക്. റിസപ്ഷന് സമയമായിട്ടും തടിയനിരുന്ന് ജോലി ചെയ്യുന്ന കണ്ടില്ലേ? കഷ്ടം. ദൈവം ഏതായാലും പെർഫെക്റ്റ് മാച്ചായ 2 എണ്ണത്തിനെയാ സൃഷ്ടിച്ചത്. ചക്കിക്കൊത്ത ശങ്കരൻ. അയ്യോ മോനെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഓ, അതിന് സമയമായില്ലോ അമ്മേ. എന്നാര് പറഞ്ഞു? ഗസ്റ്റുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. അമ്മ അച്ഛമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. അമ്മ പൊക്കോ. അതൊന്നും പറഞ്ഞാ ശരിയാവില്ല. നിന്റെ കല്യാണത്തിന്റെ റിസപ്ഷനാ നടക്കാൻ പോകുന്നത്. അവിടെ ആദ്യം ഉണ്ടാവേണ്ടത് നീ അഗിരി. പോരാത്തതിന് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായ ആ മാല എന്റെ മരുമോളെ അണിയിക്കാൻ പോകുന്ന ചടങ്ങും കൂടിയല്ലേ. എഴുന്നേക്ക്, നീ ചെന്ന് വേഗം റെഡിയായി വാ. ചെല്ല്. പൊയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ മുദ്രയായ രത്നമാല അണിയാൻ നിന്റെ ഭാര്യ ഇനി 7 ജന്മം കൂടി ജനിക്കേണ്ടി വരും. അത് വേറെ കാര്യം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം മാഡം. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ലാത്ത വിധത്തിൽ ശക്തമായ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കോടികൾ വിലമതിപ്പുള്ള രത്നങ്ങൾ പിടിപ്പിച്ച മാലയാണത്. പക്ഷെ അതിന്റെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് അതല്ല.
ഈ കുടുംബത്തിന്റെ 200 വർഷത്തിലേറെ പാരമ്പര്യമുള്ള മാലയാണത്, അറിയാവോ? ഒരു ടെൻഷനും വേണ്ട സാർ. ആ മാല പ്രത്യേകം തയ്യാറാക്കിയ സേഫ്റ്റി ലോക്കറിൽ സുരക്ഷിതമാണ്. മാത്രമല്ല, ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയം മുഴുവൻ ഈ വീടിന്റെ ഓരോ കോണും ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലായിരിക്കുകയും ചെയ്യും. വരണം സാർ, ഇതാ ഇവിടെയാണ്. ഈ റൂമിലേക്ക് ഈ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. അവിടെ സെക്യൂരിറ്റി പേഴ്സൺസ് എപ്പോഴും ഉണ്ടാവും. പോരെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ മുറി നിരീക്ഷിക്കപ്പെടുന്നത്. ഇന്നത്തെ ഫംഗ്ഷൻ എത്തുന്ന ആദ്യത്തെ ഗസ്റ്റ് മുതൽ അവസാനത്തെ ഗസ്റ്റും ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഒരു ടെൻഷനും വേണ്ട, ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. സെക്യൂരിറ്റി എത്ര ടൈറ്റ് ആക്കിയാലും ആ മാല ഇന്ന് മോഷണം പോയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. എന്ത് പണിയാ ഗിരി കാണിച്ചത്? ശരിയാ, തീരെ മോശമായിപ്പോയി. ഞാൻ എന്ത് ചെയ്തു? മനസ്സ് തുറന്ന് സുമിതയോട് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ. എന്ത് കാണാൻ ഒരു പ്രത്യേകത ഉണ്ടെന്നോ, വ്യത്യാസം ഉണ്ടെന്നോ? ഹലോ, എന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? എടാ അവളെ കാണാൻ സുന്ദരിയായിരിക്കുന്നു. നാവെടുത്ത് പറഞ്ഞ് എന്തായിരുന്നു കുഴപ്പം? എന്റെ സുമി, സത്യമായിട്ട് ഇപ്പോഴും എനിക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇത്രയും വലിയ വീട്ടില് മോൾ എത്തിപ്പെട്ടെന്ന് ഓർക്കുമ്പോ അമ്മയ്ക്ക് ശരിക്കും അമ്മേ അതൊക്കെ നീ സന്തോഷായിരിക്കുന്നോ? ഈ വീടും സാഹചര്യമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. എങ്കിലും നമ്മുടെ വീടും കൊച്ചു വർത്തമാനങ്ങളും പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും മിസ് ചെയ്യാ. വീട്ടിൽ ഓടി നടന്ന് പണിയെടുക്കുന്നതും എന്നും രാവിലെ കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നതും ഒക്കെ ഞാൻ കൊതിയോടെ ഇപ്പൊ ഓർക്കുന്നേ. ഇവിടെയാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ളത് ആകെ ബോറടി അച്ഛാ. ഇത്രയും സന്തോഷത്തിൽ സുമിതയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ ഇല്ലാതിരിക്കോ? എത്ര നാള് കൂടിയ സുമിത വീട്ടുകാരെ കാണുന്നത്? അവിടെ എല്ലാം നല്ലതാമൻ, പക്ഷെ അത്രയും ചെറിയൊരു വീട്ടില് ഇങ്ങനെ ഞെരങ്ങി താമസിക്കാന്ന് പറഞ്ഞ അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ തീരെയില്ല. ഒട്ടും ഡീസന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറും അല്ല. എന്റെ ഫ്രണ്ട്സിന് ആരെയും വിളിച്ച് അങ്ങോട്ടൊന്ന് മതി. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീയും ശ്രീനിഷും ഇങ്ങോട്ടേക്ക് താമസം മാറുന്നല്ലേ? അതല്ലേ നീ പറയാൻ വന്നത്? അതെ. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാ പിന്നെ ഒയ്യാരത്ത് കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടിലാണ് സ്ഥാനം. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്തതാണ് ശ്രീനിഷിനെ. അപ്പൊ പിന്നെ അവന്റെ വീട്ടിൽ എത്ര സൗകര്യങ്ങൾ കുറവാണെങ്കിലും അവിടെ താമസിക്കാൻ നീ ബാധ്യസ്ഥയാണ്. ഇനി നിങ്ങൾക്കവിടെ താമസിക്കാൻ ഒട്ടും സൗകര്യം പോരെങ്കിൽ ഗിരി ഒരു ഫ്ലാറ്റ് എടുത്തു തരും. അങ്ങോട്ടേക്ക് മാറിക്കോ രണ്ടുപേരും. അപ്പം നവീച്ചൻ ഭർത്താവ് ഇവിടെ താമസിക്കുന്നതോ? അത് പിന്നെ ലീവ് കഴിഞ്ഞാൽ കിഷോർ അങ്ങ് തിരിച്ചു പോവും. അത് കഴിഞ്ഞാൽ അവൾ അവിടെ പഴയതുപോലെ ഒറ്റയ്ക്കാവില്ലേ? അപ്പൊ പിന്നെ അവൾ ഇവിടെ താമസിക്കുന്നതിൽ എന്താ തെറ്റ്? അതുപോലെയാണോ ഭർത്താവിന്റെ കൂടെ കഴിയുന്ന നീ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വാശി പിടിച്ച് ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കാനാണ് നിന്റെ മോഹമെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല മോളെ.
ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ആ ലോക്കറിൽ ഭദ്രമായിരിക്കുന്ന മാല ഏത് കള്ളനെടുത്തോണ്ട് പോകാനാടാ? അതെ, അങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ പ്രായമുള്ളവരല്ലേ, അവരെയൊക്കെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാ? ആ മാല വക്കീൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച മുതൽ അച്ചമ്മയ്ക്ക് ഉറക്കമില്ല. ഇവിടെ സൂക്ഷിക്കണം, വില കൂടിയ മുതലാണ്, നിങ്ങളുടെയൊക്കെ ഒരു കണ്ണെപ്പോഴും അതിന്റെ മേലെ വേണമെന്നൊക്കെ പറഞ്ഞു. ഹോ, അച്ചമ്മ ഗിരിയേട്ടന് സ്വൈരം കൊടുക്കുന്നില്ല. അത് അവരുടെ ആദ്യം കൊണ്ട് പറയുന്നത് നിതീഷേ, അതൊന്നും കാര്യം എടുക്കണ്ട കേട്ടോ. അങ്ങനെയാണ് ഞാനും പറഞ്ഞത്. അപ്പൊ ഗിരിയേട്ടന് ഒരേ നിർബന്ധം, ഈ ചടങ്ങിൽ വെച്ച് ആ രത്നമാല സുമിതയുടെ കഴുത്തിൽ ഇടുന്നത് വരെ അതെടുത്ത് കൈ തന്നെ സൂക്ഷിച്ചു വെക്കണമെന്ന് ആകാശിനോട് പറയണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലോ? എന്നിട്ട് ഗിരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും. ഏയ്, അതൊന്നും ശരിയാവില്ല. എനിക്ക് ഓർക്കുമ്പോഴേ ടെൻഷനാവുന്നു. പോയേ, ഒരു കാര്യം ചെയ്യ്, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നിതീഷ് എന്നെ ആ മാല കൈവച്ചോ. കൊള്ളാം, സ്വന്തം ജീവനെ പോലെ വിലയുള്ള ഒരു സാധനം ഗിരിയേട്ടൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കോ? എന്നെ പോലും ഇല്ല. ആ, ഏട്ടന്റെ കണ്ണിൽ ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്തവനാണല്ലോ. വൈകണ്ട, ഇപ്പൊ തന്നെ ആകാശ് ലോക്കർ റൂമിൽ ചെന്നിട്ടേ ആ മാല എടുത്ത് കയ്യില് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ചടങ്ങിന്റെ സമയമാകുമ്പോ മാത്രം തന്നാ മതി. അതുവരെ ഏട്ടൻ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞോളാം. എനിക്കിപ്പോഴും ഇതിന്റെ ലോജിക്ക് അങ്ങ് പിടികിട്ടുന്നില്ല. ലോക്കറിൽ ഭദ്രമായിരിക്കുന്ന ഒരു സാധനം നമ്മളെന്തിനാ കയ്യിൽ വെക്കുന്നേ? അതെന്തേലും ആവട്ടെ, എന്തായാലും ഗിരിയേട്ടൻ പറഞ്ഞല്ലേ, അത് നമുക്ക് ചെയ്യാന്നേ. ആ, പറയാൻ മറന്നുപോയി, ഡിജിറ്റൽ ലോക്കറിന്റെ പിന്നെ 685 ആണേ, മറക്കണ്ട. ഓക്കെ നിതീഷ്, ശരി. ഡിജിറ്റൽ ലോക്കറിന്റെ പിന്നെ 685 ആണ്, മറക്കണ്ട. എന്താ എന്താ പറ്റിയത്? അത് എന്റെ എന്താന്ന് വെച്ചാ പറഞ്ഞു തോലക്കേ. എന്റെ ബ്ലൗസിന് എന്ത് പറ്റി? ബ്ലൗസിന്റെ ഹുക്ക് വിട്ടുപോയി. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യേ, ശരി ശരി, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാം. അതെ, ഇതിങ്ങനെ വിളിച്ചു പോകാൻ മാത്രം വലിയ ആനക്കാര്യൊന്നുമല്ല. ഇതൊന്ന് ഗിരിയിട്ട് തന്നാ മതി, പ്രശ്നം തീരും. ബ്ലൗസിന്റെ ഹുക്കോ? ഞാനോ? എന്തേ, എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഗിരിയിട്ട വീഴില്ലേ? നീ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും ഒക്കെ കണ്ടാ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? സ്വന്തം ഭാര്യയുടെ ബ്ലൗസിന്റെ ഹുക്ക് ഭർത്താവ് വിട്ടാൽ എന്താ തെറ്റ്? എന്റെ പൊന്ന് സുമി, എനിക്കിതൊന്നും ശീലമില്ല, വെറുതെ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. എനിക്ക് പിന്നെ എല്ലാ ദിവസവും ശീലമുള്ള കാര്യല്ലേ ബ്ലൗസിന്റെ ഹുക്ക് പൊട്ടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഇത് ശീലമാവുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് വന്നേ, ഇട്ട് തരാൻ. എന്തൊരു പരീക്ഷണമാണിത്. അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ, ഇതൊന്നും ഇട്ട് വരുന്നുണ്ടോ ഇല്ലയോ? ആരെ നിങ്ങൾ നോക്കുന്നത്? എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഇട്ട് തന്നതിന്റെ പേരിൽ നിങ്ങളെ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എന്നാലും ഞാൻ ബ്ലൗസിന്റെ ഹുക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോ, എന്റെ പൊന്നെ, എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഗിരീനെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. ഹുക്ക് പിറകിലായതുകൊണ്ട് എന്നെ കൈ എത്തുന്നില്ല. അതുകൊണ്ടല്ല ഞാനൊരു സഹായം ചോദിച്ചത്. ഇങ്ങനെ നിന്ന് താളം ചവിട്ടാതെ ഒന്ന് ഇട്ട് തരുന്നുണ്ടോ ഇല്ലയോ? പ്ലീസ്. വേഗം ഹുക്കിട് ഇട്. നമ്മൾ അവിടെ ഇല്ലാന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാ. മനുഷ്യനെ കൊണ്ട് ഞാൻ തോന്നുമല്ലോ. ഗിരി, ഒന്ന് കണ്ണു തുറന്നു നോക്കിയല്ലേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഹുക്ക് എവിടെയാന്ന് അറിയുന്നേ? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഇട്. തിരിയ
തലമുറകൾ കൈമാറി വന്ന ഈ രത്നഹാരം സുമിതയുടെ കഴുത്തിൽ അണിയിക്കുവാനായി ഒയ്യാരത്ത് കുടുംബത്തിന്റെ കാരണവരും ഏറ്റവും തലമുതിർന്ന അംഗവുമായ നമ്മുടെ പ്രിയപ്പെട്ട കാദംബരിയമ്മയെ ക്ഷണിക്കുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? സുമിതയെ അണിയിക്കേണ്ട രത്നമാല എന്റെ പോക്കറ്റിൽ കിടക്കല്ലേ? ഇനിയിപ്പോ മാല എന്റെ കയ്യിലിരിക്കുന്ന കാര്യം നിതീഷ് അവരോട് പറയാൻ മറന്നു കാണും. വർഷങ്ങൾക്ക് മുൻപ് ഈ രത്നഹാരം അണിയാൻ ഭാഗ്യം സിദ്ധിച്ചത് അന്ന് ഒയ്യാരത്ത് കുടുംബത്തിന്റെ മരുമകളായി വന്ന നമ്മുടെ പ്രിയങ്കരിയായ കാദംബരി അമ്മയ്ക്കായിരുന്നു. ഞാനത് ലോക്കറിൽ നിന്നെടുത്ത് പോക്കറ്റ് വെച്ചതായിരുന്നല്ലോ. ഇപ്പൊ അതോടെ പോയി. ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയാവാൻ എന്റെ പ്രിയപ്പെട്ട തക്കടുവിനെ, നിങ്ങളുടെ എല്ലാം ഗിരിയെ ഞാൻ ക്ഷണിക്കുന്നു. വാ മോനെ. ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. അല്ല, ഇതിനകത്തിരുന്ന മാല എവിടെ അനുരാധേ? അത് ഞാനത് ഭദ്രമായി നമ്മുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നാണല്ലോ. ദൈവമേ, ഇത്ര ഭദ്രമായി ഞാൻ ലോക്കറിൽ സൂക്ഷിച്ച ആ രത്നമാല എങ്ങനെ കാണാതെ പോയി? ഗിരി, നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ ടെൻഷൻ അടിച്ചതുകൊണ്ട് എന്താ കാര്യം? ആരാണ് ഈ മോഷണം നടത്തിയതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ആകാശ് അങ്ങനെ ഒരു മോഷണം നടത്താൻ എന്താണ് കാരണമെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. പാർട്ടി അവസാനിച്ചിട്ടില്ല, ആളുകളൊക്കെ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മള് എടുത്തു ചാടി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നാട്ടുകാരറിഞ്ഞ നാണക്കേട് നമുക്കാ. ഇത്രയും സെക്യൂരിറ്റിയും സംവിധാനങ്ങളും ഉള്ള വീട്ടിൽ നിന്ന് അമൂല്യമായൊരു നിധി മോഷണം പോയി എന്ന് പറഞ്ഞ അതൊരു നാണക്കേട് തന്നെയാ. അതുകൊണ്ടാ ഗിരി, നീ തൽക്കാലം ഒന്ന് സമാധാനപ്പെട്. ഈ പാർട്ടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം. ഒന്നും വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം ഞാൻ എടുത്തോളാം. ഗിരി, ആകാശേ, കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. എനിക്കിനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നീ എടുത്ത ആ മാല ഇങ്ങ് തിരിച്ചു തന്നേക്ക്. ആ അതെ, ആ മാലയെ കുറിച്ച് തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്. എടാ, ഞാനത് എടുത്തത് അറിയാം. നിനക്ക് ആവശ്യമുള്ള പണം അത് എത്രയാന്ന് വെച്ചാ ഞാൻ തരാൻ തയ്യാറാണ് ആകാശ്. പക്ഷെ ആ മാല അതെനിക്ക് തിരികെ വേണം. എടാ, നീ എന്തിനോട് ഒരു കള്ളനെ പോലെ സംസാരിക്കുന്നേ? എന്ത് കാര്യകാരണങ്ങൾ പറഞ്ഞാലും കള്ളത്തരം തന്നെയല്ലേ നീ കാണിച്ചത്? എടാ, നിനക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിതാണോ മാർഗം? എടാ, കുഞ്ഞുനാൾ മുതൽ ചങ്കാണെന്ന് പറഞ്ഞ് കൂടെ നടന്നവനാ നീ. ഒരല്പം പണം വേണമെന്ന് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് നിനക്ക് കഴിഞ്ഞില്ല?
എന്താ അതിന് നിന്റെ ഈഗോ അനുവദിച്ചില്ലേ? അതോ നിന്റെ ഭാര്യ വേണ്ടെന്ന് പറഞ്ഞോ? ഗിരി, വെറുതെ അനാവശ്യം പറയരുത്. എടാ, എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും ആ സേഫ് ലോക്കറിലെ മാലയും തമ്മിലേ ഒരു ബന്ധവുമില്ല. ഭാഗ്യം. അതെടുത്തു എന്ന് സമ്മതിക്കാനുള്ള ആർജവം നീ കാണിച്ചല്ലോ. എടാ, അത് എടുത്തു. ചെയ്ത കാര്യങ്ങളെ ചെയ്തു എന്ന് പറയാൻ എന്നും തന്റെ ഇടം കാണിച്ചവനാ ഞാൻ. എടാ, പക്ഷെ ലോക്കറിൽ നിന്ന് ഞാൻ മാലെടുത്തത് നമ്മുടെ നിതീഷ് പറഞ്ഞിട്ടാ. അത് ഈ വീട്ടിൽ നിന്ന് മോഷണം പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് സുരക്ഷിതമായി ഞാനെടുത്ത് കയ്യിൽ വെക്കണമെന്നും നീ പറഞ്ഞെന്ന് നിതീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് ചെയ്തേ. ഇപ്പൊ നീ പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം മണ്ടനാണ് ഞാനെന്ന് നീ കരുതിയോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ നിന്നോട് നേരിട്ട് പറയില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ ആകാശം നിനക്ക്? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ നീ ആദ്യം എന്നോടല്ലേ സംസാരിക്കേണ്ടത്? ശരിയാ, ഞാൻ സമ്മതിച്ചു. എടാ, പക്ഷെ നിതീഷ് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു